നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം കേരള NGO സംസ്ഥാന സെക്രട്ടറി K. രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം റോയൽ പാർക്ക് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിന് ഈ മാസം 28-ന് തുടക്കമാകും. അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. വാർത്തകൾ വിശദമായി. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ ആരംഭിച്ച നിരാഹാര സമരം നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി ഉദ്ഘാടനം ചെയ്തു. ചൂട് കാലാവസ്ഥയിലും കേരളത്തിലെ കുട്ടനാടൻ മേഖലകളിൽ 5 പാടശേഖരങ്ങൾ മടവീണിരിക്കുന്നു. ഇന്നലെയും ചങ്ങനാശ്ശേരിയിൽ ഓടേറ്റി പാടശേഖരം മടവീണിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പകൽ സമയങ്ങളിൽ ഉച്ച സമയത്ത് മഴ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ പ്രതിഭാസം വൃശ്ചിക വേലിയേറ്റത്തിന്റെ പേരിൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന വൃശ്ചിക വേലിയേറ്റത്തിൽ ഉണ്ടാകുന്ന ഈ വെള്ളപ്പൊക്കം പരിഹരിക്കുവാനാണ് ഗവൺമെന്റ് 1974-ൽ തണ്ണീർമുക്കം ബണ്ട് ആരംഭിച്ചത്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത്. ആ ബണ്ട് നിർമ്മിച്ച് 92 ഷട്ടറുകൾ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു ബണ്ട് നിർമ്മിച്ച് റെഗുലേറ്റ് ചെയ്യുവാൻ, വെള്ളത്തിന്റെ വേലിയേറ്റം റെഗുലേറ്റ് ചെയ്യുവാൻ, ക്രമീകരിക്കുവാൻ ആവശ്യമായ തരത്തിലാണ് അങ്ങനെ ഒരു പ്രവർത്തനങ്ങൾക്ക് അന്ന് രൂപം കൊടുത്തത്. പക്ഷെ ഇപ്പോ അത് പ്രവർത്തിപ്പിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. സമിതി സംസ്ഥാന പ്രസിഡന്റ് റെജീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സമിതി വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ സ്വാഗതം പറഞ്ഞു. സമിതി രക്ഷാധികാരി കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ജോസ് കാവനാട്, സാം ഈപ്പൻ, P. വേലായുധൻ നായർ, ER രാധാകൃഷ്ണപിള്ള, വിശ്വനാഥപിള്ള എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസിന് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പിച്ചോയർ ജംഗ്ഷൻ സമീപം BSNL ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് G. ബൈജു ഉദ്ഘാടനം ചെയ്തു. BKMU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. അനിൽകുമാർ ധർണയിൽ അധ്യക്ഷനായി. KSKTU ജില്ലാ സെക്രട്ടറി M. സത്യപാലൻ, CITU ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ, AITUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് V. മോഹൻദാസ്, ജില്ലാ സെക്രട്ടറി B. മധു, R. സുഖലാൽ, MD കുഞ്ഞച്ചൻ, ശ്രീകുമാർ ഉണ്ണിത്താൻ, കളത്തിൽ വിജയൻ, അനിൽ പ്രസാദ്, KV ഉദയഭാനു, B. ലാലി, സലീം ബാബു എന്നിവർ സംസാരിച്ചു. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം കേരള NGO സംസ്ഥാന സെക്രട്ടറി K. രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം കേരള NGO സംസ്ഥാന സെക്രട്ടറി K. രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷങ്ങളിലായിട്ട്
കേരളത്തിലെ ജീവനക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിരവധിയായ ആനുകൂല്യങ്ങൾ അത് ഒന്നൊന്നായി കവർന്നെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിരന്തരമുള്ള സമര പോരാട്ടങ്ങളിലൂടെ നമ്മുടെ മുൻഗാമികളായ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ നിരന്തര സമരങ്ങളിലൂടെ നേടിയെടുത്ത ഒട്ടനവധി ആനുകൂല്യങ്ങൾ കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ ഭരണകാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെയും അതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും കേരളത്തിലെ ജീവനക്കാർക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണയിൽ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, മെഡിസപ്പിൽ സർക്കാർ വിഹിതം ഉൾപ്പെടുത്തി പരിഷ്കരിക്കുക, ലീവ് സറണ്ടർ രൊക്കം പണമായി നൽകുക എന്നീ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. NGO സംഘ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K. N. അജിത്കുമാർ അധ്യക്ഷനായി. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A. പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗങ്ങളായ ശ്രീജിത്ത് കരുമാടി, സുമേഷ് ആനന്ദ്, SS ശ്രീകുമാർ, CT ആദർശ്, PG ജിതേഷ് നാഥ്, T. സന്തോഷ്, അനിത, TS സുനിൽകുമാർ, KR രജീഷ്, KR വേണു എന്നിവർ സംസാരിച്ചു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം റോയൽ പാർക്ക് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം റോയൽ പാർക്ക് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിങ്ങളെ സംബന്ധിച്ച് മാറി മാറി വരുന്ന ചട്ടക്കൂടുകളും മാറി മാറി വരുന്ന തീരുമാനങ്ങളും ഒക്കെ പ്രതിസന്ധി ഉണ്ടാകുന്നത് അത് നിങ്ങളെ മാത്രമല്ല, ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ചും ഓരോ ദിവസവും വരുന്ന സർക്കുലറുകൾ നന്നായിട്ട് മനസ്സിലാക്കാതെ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും. അപ്പോൾ ഏറ്റവും സുതാര്യമായിട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ സംവിധാനങ്ങളും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുതാര്യമാകണം, ജനകീയമാകണം, ആർക്കും പരാതി ഉണ്ടാവാൻ പാടില്ല, അഴിമതി നടത്തിയതിനുള്ള ആക്ഷേപം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഓരോ സമയത്തും നമ്മൾ നിലവിലുണ്ടായിരുന്ന ചട്ടങ്ങളും നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ ഭേദഗതിയോടുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരുന്നു. കേരളത്തെ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വളരെ കൃത്യതയോടുകൂടി ഇക്കാര്യത്തിലൊക്കെ ഇടപെടുന്നയാളാണ്. നഗരസഭാധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. റൺസ്ഫെഡ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് NT മൈക്കിൾ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. റൺസ്ഫെഡ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീകാന്ത് എസ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ടൗൺ പ്ലാനർ KF ജോസഫ്, ഷിബു എൽ നാലപ്പാട്ട്, AK മഞ്ജുമോൻ, TP മനോജ്, ജോർജ് സെബാസ്റ്റ്യൻ, മധു എന്നിവർ സംസാരിച്ചു. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി A. സിനി സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിന് ഈ മാസം 28-ന് തുടക്കമാകും. അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിന് ഈ മാസം 28-ന് തുടക്കമാകും. അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാള് നവംബർ 28 മുതൽ ഡിസംബർ 15 വരെയാണ് ആഘോഷം കൊണ്ടാടപ്പെടുന്നത്. ഈ തിരുനാൾ ദിനത്തിന് മുന്നോടിയായിട്ട് തലേ ദിവസം 27-ാം തീയതി തിരുനാൾ സന്ദേശ വിളംബര റാലി, ഇരുചക്രവാഹന റാലി നടത്തപ്പെടുന്നുണ്ട്. അത് അർത്തുങ്കൽ ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് കൊമ്മാടിയിലേക്കാണ് അത് വന്നെത്തിച്ചേരുന്നത്. അതിനുശേഷം വളരെ ഇടവക ജനങ്ങൾ മുഴുവനുമായിട്ട് ഒരു തിരുനാൾ സന്ദേശ റാലി നടത്തപ്പെടുന്നുണ്ട്. ഈ സന്ദേശ റാലിയിൽ ഏകദേശം 10,000-ഓളം ആളുകൾ അതിൽ പങ്കെടുക്കും. ഈ പള്ളിയുടെ മുറ്റത്ത് അത് വന്നെത്തിച്ചേരുമ്പോൾ മുഴുവനും ജനങ്ങളുടെ കൂട്ടായ്മയായിരിക്കും. ഈ മാസം 28-ന് തുടങ്ങിയ ഡിസംബർ 15-നാണ് തുമ്പോളി പെരുന്നാൾ സമാപിക്കുന്നത്. ഡിസംബർ 8-നാണ് പ്രധാന തിരുനാൾ. പെരുന്നാളിനോടനുബന്ധിച്ച് പള്ളിയിലേക്ക് 10,000-കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുമെന്നും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങളടക്കം സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ക്രമീകരിച്ചതായും പള്ളി വികാരി ഫാദർ ജോസ് ലാഡ്കോയിൽ പറമ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ വലിയ വീട്ടിൽ, കൈക്കാരൻ KO മൈക്കിൾ കാക്കരിയിൽ, AX ബേബി അരശ്ശേരിൽ, VC ഉർമിസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കനാലുകളും കുളങ്ങളും മാലിന്യം വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടികളല്ലെന്നും അങ്ങനെ ആക്കിയാൽ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരുമെന്നും കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. AS കനാലിനെ നവീകരിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
നാട്ടിൻപുറത്തുകാരനായി മുണ്ടുമടക്കിയുടുത്ത തങ്ങളിലൊരാളായി കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് മുന്നിട്ടിറങ്ങിയപ്പോൾ സ്ത്രീകളും വിദ്യാർത്ഥികളും അടങ്ങുന്ന നാട്ടുകാരും മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫും ജനപ്രതിനിധികളും ആവേശത്തോടെ മന്ത്രിക്കൊപ്പം കൂടി. സേവ് എസ് കനാൽ കർമ്മ പദ്ധതിയുടെ ഭാഗമായി ചേർത്തല നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനകീയ ശുചീകരണം ഉദ്ഘാടനം ചെയ്തപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് മന്ത്രിക്കൊപ്പം ശുചീകരണത്തിൽ പങ്കാളികളായത്. ചവറുകളും മാലിന്യങ്ങളും നീക്കിയും നാട്ടുകാരോട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോട് കുശലമന്വേഷിച്ചും കനാൽ പുനരുജ്ജീവനത്തിനെത്തിയതിന് അവരെ അഭിനന്ദിച്ചും മന്ത്രി ശുചീകരണ യജ്ഞത്തിൽ ദീർഘനേരം പങ്കാളിയായി. ഒരിക്കൽ ചേർത്തലയുടെ ജീവനാഡിയായിരുന്ന AS കനാലിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കുമെന്ന് ദൃഢനിശ്ചയത്തിലാണ് ഇവിടുത്തെ ആബാലവൃദ്ധം ജനങ്ങളും. ഞായറാഴ്ച രാവിലെ മുതൽ നടന്ന ശുചീകരണ യജ്ഞം അതിന് തെളിവുമായി. ചേർത്തല നഗരസഭയുടെ ചേലൊത്ത ചേർത്തല കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനമാണ് മന്ത്രി ഇവിടെ നിർവഹിച്ചത്. ആ കനാലിനാണ് ഇത്തരത്തിലുള്ള ദുർഗതി ഉണ്ടായത്. ഇപ്പൊ ഏതാണ്ട് മരണാസന്നമായി കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. പലപ്പോഴും ഇവിടുന്ന് ചുമട്ടുകാളുകൾ രാത്രി തന്നെ വിളിക്കും. വെളുപ്പാങ്കാലത്ത് വിളിച്ചിട്ടാണ് സാർ വല്ലാത്ത പ്രതിസന്ധിയാണ്. എന്താണ് വെളുപ്പാങ്കാലത്തിന് പ്രതിസന്ധി ഉണ്ടാവുക? കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഇടമായി നമ്മുടെ കനാലിനെ കാണുക. ആളൊഴിഞ്ഞ ഇടങ്ങളിൽ ആൾക്കാരും ശ്രദ്ധിക്കാനൊന്നും ഇല്ലാത്ത ഇടങ്ങളിൽ നേരത്തെ വേമ്പനാടുകാരന്റെ സൈഡിലേക്കൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അത്രയും ദൂരം എന്തിനാണ് ഓടുന്നതും? ഈ കനാലിൽ നാട്ടുകാരെല്ലാവരും മാലിന്യങ്ങൾ വലിച്ചെറിയുമ്പോൾ ഞങ്ങളുടെതെല്ലാം കൊണ്ടാകാമല്ലോ എന്ന തരത്തിൽ നോക്കി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി. കൊച്ചു കുഞ്ഞു കുട്ടികളടക്കം ഈ പരിപാടിയുടെ ഭാഗമാവുകയാണ്. ശരിക്കും നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊരു കവിതയുണ്ട്. വരുന്ന തലമുറയ്ക്കല്ല, ഇപ്പോൾ ഉള്ള തലമുറയ്ക്ക് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ആ കുഞ്ഞുങ്ങളടക്കമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ ഭാവിയെങ്കിലും ശോഭനമാവുന്നതിന് വേണ്ടി ചേർത്തല എന്ന് പറഞ്ഞാൽ നോ എന്നൊരാളുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കാൻ, ചേർത്തല എന്ന് പറഞ്ഞാൽ ഒരു വലിയ യെസ് അവിടെയെല്ലാം ചെയ്യും എന്ന് പറയുന്ന തരത്തേക്ക് എത്താൻ, ചേർത്തലയ്ക്ക് ഒരു നോയും ഉണ്ടാവാൻ പാടില്ല എന്ന് തീരുമാനിക്കാൻ, 100-ൽ 100 മാർക്കോടെ നിൽക്കാൻ. കനാലുകളും കുളങ്ങളും മാലിന്യം വലിച്ചെറിയാനുള്ള കുപ്പത്തൊട്ടികളല്ലെന്നും അങ്ങനെയാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ ഷെർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷയായി. മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ് മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ വൈസ് ചെയർമാൻ TS അജയ്കുമാർ, കൗൺസിലർ KP പ്രകാശൻ, നഗരസഭാ സെക്രട്ടറി TK സുജിത്, CDS ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P ജ്യോതിമോൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മംഗല്യം 2024 ഈ മാസം 28-ന് നടക്കും. ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ നിർധനരായ മറ്റു 2 പെൺകുട്ടികളുടെ വിവാഹവും സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി ഒരുക്കുന്ന അപൂർവ മംഗല്യം 2024 ഈ മാസം 28-ന് പകൽ 11-നും 12-നും മധ്യേ ആലപ്പുഴ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഞങ്ങളുടെ ഒരു 2 സമൂഹ വിവാഹം മെയ് 2-ാം തീയതി നമ്മൾ നടത്തിയിരുന്നു. ഞങ്ങൾ 3 കല്യാണങ്ങൾ നടത്താനാണ് ഈ വർഷം ഉദ്ദേശിച്ചിരുന്നത്. അന്ന് ഒരു മുസ്ലിം വെഡിങ്ങും ഒരു ഹിന്ദു വെഡിങ്ങും മെയ് 2-ന് നടത്തിയിരുന്നു. അന്ന് തന്നെ 3rd വെഡിങ്, അന്ന് ഞങ്ങൾ 3ഉം കൂടെ നടത്തണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചില കാരണങ്ങളാൽ അപ്പം നടത്താൻ സാധിച്ചില്ല. അപ്പം ഞങ്ങൾ അന്ന് തന്നെ നെക്സ്റ്റ് ഈ ഇയറിൽ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ നവംബർ 28-ന് ഇവിടെ മൗണ്ട് കാർമൽ കത്തീഡ്രലിൽ 11 മണിക്ക് കല്യാണവും അതിനെ തുടർന്ന് 12 മണിക്ക് റിസപ്ഷനും. മെയ് 2-ന് 2 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹം അപൂർവയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒറ്റക്കെട്ടായി സാമൂഹ്യ സേവനത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അപൂർവ ചാരിറ്റബിൾ സൊസൈറ്റി. വിവിധ ജില്ലകളിലെ റെസിഡൻസ് ഗ്രൂപ്പുകളിലൂടെയും മറ്റു സന്നദ്ധ ഗ്രൂപ്പുകളിലൂടെയും നടത്തിയ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച അപേക്ഷകളിൽ ഏറ്റവും അർഹരായ പെൺകുട്ടികളെ തിരഞ്ഞെടുക്കുകയും പെൺകുട്ടിയുടെ വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന യുവാവുമായിട്ടാണ് വിവാഹം നടത്തപ്പെടുന്നതെന്നും സൊസൈറ്റി രക്ഷാധികാരി ഡോക്ടർ മരിയ ഉമ്മൻ, പ്രസിഡന്റ് ഡോക്ടർ A ഷമീന, സെക്രട്ടറി ഹസീന നൌഷാദ് എന്നിവർ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. തണ്ണീർമുക്കം ഷട്ടറുകൾ പൂർണ്ണമായും റെഗുലേറ്റ് ചെയ്യുക, നെൽകർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരത്തിന് തുടക്കമായി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി കർഷക സംയുക്ത സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ BSNL ഓഫീസ് പടിക്കലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്.
ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകുക, 12ാം ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സമരം കേരള NGOs സംസ്ഥാന സെക്രട്ടറി കെ രാധാകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. രജിസ്റ്റേർഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം റോയൽ പാർക്ക് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ മുഖ്യാതിഥിയായി. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളിപ്പള്ളിയിലെ പെരുന്നാളിന് ഈ മാസം 28-ന് തുടക്കമാകും. അമലോത്ഭവ മാതാവിന്റെ 425ാമത് ദർശന തിരുനാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.